ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്ന് കരിങ്കല്ലത്താണിയുള്ള തൊടുകാപ്പുകുന്ന് എന്ന സ്ഥലത്താണ്. ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ആയിട്ട്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറഞ്ഞാൽ മതി. ഈ ഫോറസ്റ്റ് മുഴുവൻ ബാമ്പു ബോയ്സ് ആണ്. ചെറുതായിട്ട് എന്താണ് സൗണ്ട് ഉണ്ടാക്കിയ എക്കോട്ടതല്ലോ. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളും ബാമ്പാണ്, മുളങ്കാടാണ്. നല്ല സ്ഥലമാണിത്. ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോരാൻ പറ്റിയ സ്ഥലമാണ്. കൂടുതൽ വീഡിയോസിന് ബാക്കിൽ വരുന്നുണ്ട്. ചെറുതായിട്ടൊരു കിടപ്പുണ്ട്, ചെറിയ കയറ്റാണ്, അതുകൊണ്ടാണ് കിടപ്പ് വരുന്നത്. നമ്മൾ ഈ തിങ്കൾ മുതൽ ശനി വരെ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യില്ലേ, കുന്നും മലയൊക്കെ കയറുന്ന ഞായറാഴ്ച മാത്രമല്ലേ, അതുകൊണ്ടാണ് ഈ കിടപ്പുള്ളത്. കുടിവെള്ളം കുട്ടികൾക്കൊന്നും പാർക്ക് ഓക്കെ കുട്ടികൾക്ക് അവിടെ പാർക്കുണ്ട്. ഞാൻ കുടിവെള്ളം വെച്ചു, കാരണം ഇപ്പം കുറച്ച് കിടപ്പുണ്ട്, അതുകൊണ്ട് ബാക്കി വീട് കാണാം. ഓക്കെ, നടക്കട്ടെ. മനുഷ്യന് ആവശ്യത്തിനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്. അവൻ്റെ അത്യാർത്ഥിക്കുള്ള വക മാത്രം ഇല്ല. എന്താണ് നമ്മള് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഇതുവരെ കാണാൻ? എന്താ ചെയ്യാ, നമ്മളിപ്പോഴല്ല അറിയണേ. എന്താല വൈബ് മുളങ്കാട്. നമ്മളെ കേരളത്തിലെ അല്ല, നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാൻ. എന്നിട്ട് ഓരോരുത്തർ ഊട്ടിയിലും കൊടൈക്കനാലും. ഗൈസ് ഇതാണ് അപ്പം നമ്മുടെ തൊടുകാപ്പുകുന്ന് പിന്നെ വ്യൂ പോയിന്റിലോട്ടുള്ള വഴി. ഫുള്ള് മുളങ്കാടാണ് കേട്ടോ. ഈ ഫോറസ്റ്റ് മുഴുവനും കാട് എന്ന് പറയുന്ന പോലെ ഈ ഫോറസ്റ്റ് മുഴുവനും മുളയാണ്. ബാംബു ബോയ്സ്, 2 ബാംബു ബോയ്സാണ് ഈ പോകുന്നത്. ഒരാൾ ഞാനും ഒരാളാളിയും. വേറെ ഒറിജിനൽ ബാംബു ബോയ്സ് ഇവിടെ ഉണ്ടാളിയാ കുരങ്ങന്മാർ ഇവിടെ അടിക്കണ്ട് വയ്ക്കുക. എന്താണ് സ്ഥലം! ഓ, ഇതുപോലുള്ള കാടിൽ നമ്മൾ മുമ്പ് പോയില്ലേ, ജാനകിക്കാടില്ലേ? യെസ്. വ്യൂ പോയിന്റിലോട്ടുള്ള വഴിയാണിത്. അല്ലെ നമ്മൾ പോകുന്നൊരു ഗുഹയ്ക്കാണെന്ന് തോന്നുന്നല്ലോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രീ വെഡിങ് ഷൂട്ടിങ്, അതേപോലെ തന്നെ കപ്പിൾ ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്നത്. യെസ്. എന്താ മീൻസ് കിളീൻ്റെ സൗണ്ട്. ഇതാ കിളി പോണ് പിടിക്കാനെ. ഇത് മറ്റേ കിളിയാണ്, ചാണകക്കിളി പറഞ്ഞിട്ടുള്ളൊരു കിളിയില്ലേ, അതല്ലേ സൗണ്ട് വരുന്നില്ല. ആ സൗണ്ട് പൂച്ചേനെ വിളിക്കുന്ന. തൊടുകാപ്പുകുന്ന് പറഞ്ഞിട്ട് ഇതാ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഇരിപ്പിടമുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് കണ്ടൊക്കെ നിങ്ങൾ. എന്താ വൈബ്! ഫുള്ള് മുളയാണ് ഈ കാണുന്നത് മുഴുവൻ. നമ്മളെപ്പോലുള്ള ആൾക്കാർ കയറി വരുമ്പോൾ എന്തായാലും തളരും. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിപ്പിടമുണ്ട്. കൊള്ളാല്ലേ? കൊള്ളം എന്നാണ് അത് നിങ്ങൾ വെള്ളം ഉണ്ടെന്നാണ് എന്താ ഉദ്ദേശിച്ചത്? വള്ളം. ഇതെന്താളിയാ ഒരു കിളീൻ്റെ കൂടെ? വേസ്റ്റിൻ്റെ കൊട്ടയിൽ ബാമ്പു ഉണ്ടാക്കിയല്ലേ? ലേസിൻ്റെ കൂടെ ഉണ്ടായില്ലേ? ഒരു രക്ഷയില്ലാളിയാ, ഫുള്ള് മഴയായി. കോട്ടെടുത്ത് താഴത്തേക്ക് വെക്കുകയും ചെയ്ത് ഇപ്പം എന്താ ചെയ്യാ, വ്യൂ പോയിന്റിലേക്ക് കയറണ്ടേ? കാരണം നമ്മൾ കോട്ട് താഴെ വെച്ചില്ലേ, മഴ നോക്കിയിട്ട് കാര്യമില്ല, ഏതായാലും കയറണം. യെസ്. നമുക്ക് മുന്നോട്ട് പോവാം. താഴെ വ്യൂ പോയിന്റ് ഉണ്ടോ? താഴത്തേക്കില്ല, ബാമ്പു ഫോറസ്റ്റ് ആണ് ഫുള്ള്. ഫോറസ്റ്റ്. യെസ്. തൊടുകാപ്പുകുന്ന് എക്കോ ടൂറിസം മയിലാടിപ്പാറ വ്യൂ പോയിന്റിലോട്ടുള്ള വഴി. അങ്ങോട്ട് പോകാം. ഈ ചെറിയൊരു മഴയുള്ള സമയത്തുണ്ടല്ലോ, നല്ല ആംബിയൻസ് ആട്ടോ. ഒന്നില്ല നമ്മുടെ ഈ മുളങ്കാടില്ലേ, എന്താ ലുക്ക് ഈ ചെറിയൊരു മഴയത്ത്. പിന്നെ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് കോടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, അങ്ങോട്ടും കാണിച്ചു തന്നെ നമ്മളെ മുളങ്കാട് ആ ഷോ എന്ന് പോട്ടെ. ഗൈസ്, അങ്ങനെ മഴ പെയ്തു. ഞങ്ങൾ താഴെ പോയിട്ട് കോട്ടൊക്കെ എടുത്തിട്ട് വീണ്ടും വന്നു. ഇനി ഇതാ
കയറിപ്പോയിരുന്നു. വ്യൂ പോയിന്റിലോട്ട് കയറണ്ട. ഈ വ്യൂ പോയിന്റിന് വേറെന്താ മയിലാടിപ്പാറ. അവിടെ അവിടെ നിന്ന് വീണൊക്കെയാണ്. ഉരുണ്ടോണ് നല്ല രസം ഉണ്ടാവും വീഡിയോയിൽ കാണാൻ അറിയണം. അങ്ങനെ പറയില്ല നിങ്ങൾ. വീഡിയോ ക്യാമറമാൻ വീണ് കഴിഞ്ഞാൽ അതിനായിട്ട് എൻ്റെ വിറ്റുണ്ടാവും. വാട്ട് മാൻ, എന്തിനാ കോട്ട് വരുന്നേ? ഇന്നത്തെ ദിവസം മുഴുവൻ അബദ്ധാണ്. മഴ ഇനിയിപ്പോൾ മഴയില്ല, മഴ പെയ്യുമ്പോൾ കോട്ടിടൂല. ഏതായാലും നമ്മൾ കുറച്ച് നനഞ്ഞിട്ടുണ്ട്. സാരമില്ല, മടക്കിക്കോളി. ഗൈസ്, ഇവിടെ വേറെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ, ഇതല്ല വ്യൂ പോയിന്റ് നമുക്ക് വേറെ പോകണം. അവിടെ ഉണ്ടോ വിദൂരമായിട്ട് കാണുന്നത്? അത് കവുങ്ങാണോ അതോ യക്ഷിയുള്ള പനയാണോ? ബാഹുബലിയിൽ അവസാനം ബാഹുബലി അല്ല, എന്ത് ആ ബാഹുബലിൻ്റെ മകൻ്റെ പേരെന്താണെന്ന് അറിയാം, മറന്നുപോയി. അമരേന്ദ്ര ബാഹുബലി, പ്രഭാസ് ഒരു പന വലിച്ചിരുന്നില്ല, ആ പനയാണ് ആ കാണുന്ന വിദൂരത്ത് കാണുന്ന പന. ഓക്കെ ഗൈസ്, അങ്ങനെതാ മഴ ഇടയ്ക്ക് പെയ്യും, മഴ ഇടയ്ക്ക് പോവും. കോട്ടിടും, കോട്ട് ഊരും. അതിന് കോട്ടിട്ടു, കോട്ട് ഊരി. നമുക്കിനി മുന്നോട്ട് പോവാം. ഓക്കെ, ഈ പാറ കയറി പോയാൽ നമ്മളെ മയിലാടിപ്പാറ. ലെറ്റ്സ് ഗോ. ഒരു വീണതല്ല, ഞാൻ അതിസാഹസികമായിട്ട് കല്ലുകളൊക്കെ ചാടിക്കയറി വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഓല അവര് വീഴും പറഞ്ഞാൽ നമ്മളെപ്പോഴും വീണാൻ പറ്റില്ല കേട്ടോ. നമ്മളെയും കാക്കണേ. ഞങ്ങൾ വീണാലും കുട്ടികൾ വീഴരുതേ. യെസ്, ഇത് വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണോ സംശയമുണ്ട്. ഇനി ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ ഞാൻ താഴെ എത്തും, അതുകൊണ്ട് കയറിയിട്ട് ഷൂട്ട് ചെയ്യാം. നല്ല കയറ്റാട്ടോ. വിജിമ്പിച്ചു പോയി, നല്ല വെയിറ്റുള്ള വാക്ക. ഇതാ അങ്ങോട്ട് കയറിക്കോളല്ലേ, ഞാൻ വേക്കലുണ്ടാവും. ധൈര്യത്തിൽ നോക്കണം. ഒരൊച്ചപ്പാടും ബോളും കേൾക്കാണ് തിരിച്ചു വരികയാണ് കേട്ടോ. അതല്ല, ഞാൻ ഏറ്റവും വേക്കലല്ലേ, വീണാലേ ഒച്ചപ്പാടും ബോളും വല്ലതും കേൾക്കുകയാണെങ്കിൽ വരുന്നുണ്ട്. സുഭാഷേ എന്നുള്ള ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കും. സുഭാഷ് അല്ലല്ലേ, ദീപു അല്ലേ, സോറി ഗൈസ്. അങ്ങനെ ഏകദേശം വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന വിദൂരമായിട്ട് കാണുന്ന ആ സ്റ്റെയർ കയറിയിട്ട് വേണം വ്യൂ പോയിന്റിലോട്ട് പോകാൻ. സ്റ്റെയർ കയറിയിട്ട് പോകണം, അതാണ് വ്യൂ പോയിന്റ്. ശരിപ്പിക്കലല്ലേ. പിന്നെ നമുക്ക് നല്ല അങ്ങോട്ട് പോവാം. കുറച്ച് കയറ്റം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കറണ്ട് ഇല്ലാത്തതിനോട് വെൽഡ് ചെയ്യാനേ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, അതുകൊണ്ടാവും. ഇതാണല്ലോ വ്യൂ പോയിന്റ്. പുതിയല്ല വലിച്ചപ്പ നല്ല എന്തിനു പറ്റി? നമുക്കല്ലേ അല്ലാത്ത നമ്മള് വീഡിയോ എടുത്ത് ഇങ്ങനെ പോകും. യെസ്, കുട്ടികളൊക്കെ വൈബല്ലേ, അവരൊക്കെ റീൽസ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന പോലെ പൊന്നസാക്കി ആ പാട്ടാണ്. ഇതാണ് ഗൈസ് വ്യൂ പോയിന്റ്. അപാര കാറ്റ് അവിടെ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. റീൽസ് ഷൂട്ട് ചെയ്യണം, ആരും പേടിക്കണം. ഇവിടെ കുറച്ച് കുറ്റി അടിച്ച് വെച്ചിരുന്നു കമ്പി കൊണ്ട്. എന്തിനാണ് അടിച്ചതെന്ന് അറിയില്ല. ഇവിടെ എന്തെങ്കിലും വെക്കുന്നുണ്ടാവാം. യെസ്,
ഇതിലല്ല, ഇത് കാടാ. ഇത് ഫുള്ളും കാടാ. ഈ ഫോറസ്റ്റ് മുഴുവനും ചിപ്പേന്ന് ഈ കയറ്റം കയറുക. പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണില്ല, അങ്ങോട്ട് വളരെ കൂടെ അങ്ങനെ പോയാൽ മതി. യെസ്, ഇവിടെ ഈ കയറ്റം കയറ്റണം. ഇവിടെ കുറച്ചെണ്ണത്തെ കൊണ്ടുവരാണ്ട്. യെസ്, ചെമ്പറമല കയറ്റിച്ചാലും മതി. ഏതെങ്കിലും ഒരു മല കയറ്റം. അപ്പൊ നമ്മൾ വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ പകർത്തി ഇനി നമുക്ക് അവിടെ 2 കിലോമീറ്റർ നടക്കാനുള്ള ഒരു കാട്ടിലൂടെ ഉള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് പോകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വെയിൽ വരുന്നതിന് മുമ്പ് നമുക്കറിയാം. ഇപ്പൊ വെയിൽ വല്ല എന്നാലും വെയിൽ ചൂടായി വരുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇനി വാക്കിലേക്ക് പോകും. ഓക്കെ, കമോൺ ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് കണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നു പോകണം. ആ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ബേർഡ്സിന്റെ ഫോട്ടോസൊക്കെ ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 കിലോമീറ്റർ നടക്കാം. ഇതിലേതെങ്കിലും ബേർഡ്സിനെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കാം. കമോൺ ഗൈസ്. നാച്ചുറൽ വാക്ക് 2 കിലോമീറ്റർ. നോർമൽ ഒരാൾ സാധാരണ ഇങ്ങനെയാണ് നടക്കുന്നത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അറിയുന്നു ഇങ്ങനെ നടക്കുമോ? ഏതായാലും നമുക്ക് നാച്ചുറലായിട്ട് പോകാം. നമ്മളെ നാച്ചുറൽ വാക്കിലൂടെ 2 കിലോമീറ്റർ നാച്ചുറലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, നാച്ചുറലായിട്ട് നിങ്ങൾ നടക്കണേ. നമ്മളൊരു കാട്ടിലേക്ക് പോകട്ടോ. കാടിൻ്റെ സൈഡിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് റോഡ് കാണാം. റോഡിന് ചാരിയിട്ടാണ് കാട് പോകുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് ഗൈസ്. ആരും തെറ്റിദ്ധരിക്കരുത്. ഇനി നമ്മൾ ഉള്ളോട്ട് പോകുന്നത് കൊടും ഘോരാഗ്രഗ്രഗ്രഗ്രഗ്രമായിട്ടുള്ള വനത്തിലേക്കാണ്. അല്ലെ, വെയിറ്റുള്ള വാക്കുകളല്ലേ, ഘോരഗ്രഗ്രഗ്രഗ്ര. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന കാട്. കുറ്റിക്കാട് അല്ല, വലിയ കാട്. ട്രക്ക് പാത്ത് വിട്ട് ഉൾക്കാട്ടിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. അതായത് ഈ നടവഴിയിലൂടെ തന്നെ നടക്കണം. ഇവിടെ കാണുന്ന ഈ കാടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയതെന്ന്. ഒരുപാട് നാച്ചുറൽ കുറച്ചായി സംഭവം. ഈ പറമ്പ് മുഴുവൻ ചുറ്റിക്കലാണോ? അതന്നെയാണ് വേ ടു നാച്ചുറൽ പാർക്ക് ഗൈസ്. അങ്ങനെ വേ ടു നാച്ചുറൽ പാർക്ക് എന്ന് പറഞ്ഞു. നാച്ചുറൽ പാർക്കല്ല, നാച്ചുറൽ വേ. നാച്ചുറൽ വാക്ക് ഓക്കെ. നാച്ചുറൽ വാക്ക് നടന്നാലൊന്നും ഈ കാട് തീരും തോന്നുന്നില്ല. ഞാൻ നേരത്തെ ചാടിയായിട്ടുള്ള അങ്ങനെ തവളച്ചാട്ടോ അല്ലെങ്കിൽ കുരങ്ങന്മാര് ചാടുന്ന ചാട്ടൊക്കെ ചാടി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തീരുള്ളൂ കളിയാ, ഉറപ്പാണ്. നടന്ന് ഞങ്ങളുടെ ഊപ്പാട് അടിഞ്ഞ എന്ന് പറഞ്ഞ മാതിരി ഒരു വിധമായിട്ടുണ്ട്. ഈ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാവാം. കാട്ടിൽ ആരോ ഇതുണ്ടാക്കിട്ട് പോയി നോക്കാം. ചായ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരട്ടോ അവിടെ എത്തിയിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഇവിടെ ഫുള്ള് ചീവിടിൻ്റെ സൗണ്ടാണ്. ആ കൂട്ടത്തിൽ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊന്ന് പറഞ്ഞാണ് എല്ലാവരും കേൾക്കുന്നുണ്ടോ നോക്കാം. ഇല്ല, കേൾക്കണില്ല. എന്താണ് അവിടെ ഞങ്ങളുടെ കയ്യിലുള്ളത്? കൂനാണ് വന്നത്. മുതലാവോ? കാട്ടിൽ കയറി നോക്കണോ? ഇത് കാട്ടുകൂനാണോ അതോ ഇടിവെട്ടിപ്പുണ്ടായ കൂണാണോ? ഇടിവെട്ടിപ്പുണ്ടായ കൂനാണ്. ഇടിവെട്ടിപ്പുണ്ടായ കൂൺ. സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എവിടെ കൂണ്? ആ റെയിൻകോട്ട് എടുത്താണ്ടിരുന്നല്ലേ ഗൈസ്. എങ്ങും കൂരാക്കൂരിട്ട് എന്ന് പറയുന്ന പോലെ എങ്ങും മുളങ്കാടാണ് കേട്ടോ. വേറൊരു വൈബാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ, നമ്മളെ നാട് മീൻസ് ഞാൻ കൊണ്ടോട്ടിയാണ്. എന്നാലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ കരിങ്കല്ലത്താണിയിൽ ഉള്ളൊരു നാച്ചുറൽ പാർക്കാണ്. നാച്ചുറൽ പാർക്ക് ഒരു കാടാണിത്. കാട്, മുളങ്കാട്, ബാംബു കാട്. ബാംബു ബോയ്സിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്ന, ബാംബു ബോയ്സിൻ്റെ ഷൂട്ടിങ് പടല്ലല്ലേ കാരണം, എന്നാലും വേണ്ടിയില്ല. അതുപോലുള്ളൊരു ബാംബുവിൻ്റെ ഒരു കാടാണിത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. മുളയിനോട് പന്തലിട്ട മാതിരിയില്ല, ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കടന്നു കയറാൻ പോകുന്നത്. പുലിയും മാനും
സിംഹവും ഒന്നുമില്ലാത്ത ഒരു ഗുഹ. എന്ത് പറ്റിയാളിയാ? തളർന്നിരുന്നു. നാച്ചുറലായിട്ടുള്ളൊരു ചെയറാണിത്, കണ്ടില്ലേ? മുള നമ്മളെ ഇഷ്ടറിഞ്ഞ് ബാമ്പു ചെയർ, മുള നമ്മുടെ ഇഷ്ടറിഞ്ഞ് മുള തന്നെ ചെയറുണ്ടാക്കി വെച്ചതാണിത്. നല്ല ചോക്കാപ്സറോട് കൂടിയ ചെയറില്ലേ? ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണിയുള്ള ഈ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് കാലമായിട്ട് ഈ വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്, പക്ഷെ അധികം ആൾക്കാരൊന്നും അറിയപ്പെട്ടിട്ടില്ല. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. ചെറിയ ദൂരമുള്ളൂ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഈ സ്ഥലത്ത് എല്ലാവരും വരിക, ഈ സ്ഥലത്തിൻ്റെ ആംബിയൻസ് ഒന്ന് എല്ലാവരും ഒന്ന് അനുഭവിച്ചു തരാം. കാരണം ഫുള്ള് മുളങ്കാടാണ്. വ്യൂ പോയിന്റ് മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു പാറേൻ്റെ മുകളിൽ നിന്ന് ഒരു 360 ഡിഗ്രിയിൽ നമ്മൾ ഈ പെരിന്തൽമണ്ണ ടൗണൊക്കെ കാണുന്ന രീതിയിൽ നല്ലൊരു വ്യൂ പോയിന്റ്. പെരിന്തൽമണ്ണ ടൗൺ മാത്രമല്ല, പാലക്കാട് ജില്ലയുടെയും ഭാഗങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഒഴിവ് സമയങ്ങളിൽ ഒരു 1 ഡേ ട്രിപ്പ് ഒരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.